अगर आप पैदल जाना चाहते हो तो पैदल भी जा सकते हो। बाय वॉक बहुत है ना? हाँ ज्यादा है ना? ज्यादा। आंबर फोर्ट का सबसे ओल्ड फोर्ट है। പുരാതന കൊട്ടാരമാണ് ജയ്പൂരിനുള്ളത്. ആഴ്ചകളിലായതുകൊണ്ട് ഇന്ന് നല്ല ട്രാഫിക്കാണ്. സൺഡേ इतना ट्रैफिक आ गया अभी टूरिस्ट का टाइम है ना? ടൂറിസ്റ്റ് ടൈമാണ് ഇപ്പോ. കാലം ആയതുകൊണ്ടാണ് ഇത്രയും ഫോഗ്, അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് കാണാം. ഇതിലേക്ക് ഇങ്ങനെ കയറി പോണം കണ്ടോ, അറ്റം വരെയും പോവാം. ഒരു ജീപ്പ് സഫാരി കിട്ടും നമുക്ക്. ജീപ്പ് സഫാരിക്ക് ഒരു മേലിൽ പോയി വരുന്നതിന് 400 to 500 रुपीज. 400 तक 500 तक आएगा टैक्सी. एक आदमी नहीं, മാർച്ച് ഏപ്രിൽ അവര് വന്ന് സൂക്ഷിച്ച് ഇരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. സുഖവാസകൻ തോന്നുന്നു. ഞങ്ങളുടെ അവിടെ എത്തി ഇറങ്ങിയപ്പോൾ തന്നെ 1-2 പേര് വന്നു, ഗൈഡ് വേണോ ചോദിച്ചു. ഞങ്ങൾ ആലോചിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയുള്ളതല്ല, അപ്പോൾ ഗൈഡിനെ നോക്കാം. പിന്നെ അതുപോലെ നമുക്ക് ജീപ്പ് സവാരിയാണ് മേലോട്ട് പോകാൻ. അപ്പം ജീപ്പിൽ അന്ന് സൺഡേ ആയതുകൊണ്ട് ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് ജീപ്പിൽ പോകാൻ പറ്റില്ല. അപ്പം എന്തായാലും ഗൈഡിൻ്റെ ആവശ്യം വന്നു. പുള്ളിക്ക് ഇതിലൂടെയുള്ള വഴികളൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പം കുറേ സ്റ്റെപ്പൊക്കെ കയറി അവസാനം ഞങ്ങൾ നല്ല മുകളിലേക്ക് എത്തി. കുറച്ച് ക്ഷണമുണ്ടായി, നല്ല തണുപ്പും. അങ്ങനെ ഗൈഡിന്റെ സഹായം അത്യാവശ്യമായിപ്പോയി, നല്ലതായിപ്പോയി. ആ മലയുടെ അവിടെ ചൈന വന്നതിന് ഓക്കെ ഓക്കെ ഓക്കെ. പുരാണ മഹല് പേല രാജ ആദ്യം രാജാവ് ഇവിടെ താമസിച്ചുകൊണ്ട് പഴയ ആ ചെറിയ താഴത്ത് വന്നത്. അത് കഴിഞ്ഞിട്ടാണ് രാജാവ് ഈ മുകളിലേക്കുള്ള അംബർ ഫോർട്ടിലേക്ക്. उनका बर्तल भी यही है। जो आप देख रहे हैं माउंटेन पर, അത് അതായത് അത് ചൈനീസ് വാളാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ വാള്. അത് കഴിഞ്ഞ് രണ്ടാമത് വെച്ച മൂന്നാമത്തെ ഏറ്റവും വലിയ വാളാണ്. 12 കിലോമീറ്റർ നീട്ടത്തിൽ ജോ അക്ബർ അക്കാലങ്ങളിൽ പണിത വാളാണത്. ഒന്ന് സൂം ചെയ്ത് കാണാൻ പറ്റും നോക്കും. അത് താഴ്ത്തുള്ളതാണ്. ഓക്കെ. രാജാ മാൻസിംഗ് പണിത ആളുകൾക്കും എല്ലാവർക്കും വന്ന് ഡാൻസുകളെല്ലാം കാണാൻ പറ്റിയ സ്ഥലമാണിത്. ഇത് ലോ ഗേറ്റ്, പാവപ്പെട്ടവർക്ക് വരാനുള്ളത്. അടുത്ത പരിപാടി ടിക്കറ്റ് എടുക്കലാണ്. ഒരാൾക്ക് വരുന്നത് 102 രൂപയാണ്. ഗൈഡിന് നമുക്ക് ടിക്കറ്റ് ആവശ്യമില്ല, പുള്ളിക്ക് കയറി വരാം, നമ്മുടെ കൂടെ കയറി വരാം. അങ്ങനെ टिकट എടുത്ത് ഞങ്ങൾ വീണ്ടും മുകളിലേക്ക്. राज दरबार यहीं पे लगता है. ओके ओके. नीचे पब्लिक. ഇത് രാജമന്ദിർ അല്ലേ? ക്യാ രാജമന്ദിർ? राजा और उनके मंत्री. രാജാ और उनका मंत्री. രാജാവിന്റെ മന്ത്രി പറഞ്ഞു കൊടുത്ത് ആളുകളെല്ലാം ഇവിടെ ഇരുന്ന് കേൾക്കുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ദർബാർ നടക്കും, ഡാൻസ് ഫെസ്റ്റിവൽസ്. ഇവിടെ പൂര, രാജസ്ഥാനി, ഭോജ്പൂരി ഡാൻസുകളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. वेजिटेबल पेंटिंग, फ्रेस्को पेंटिंग. क्या पेंटिंग? वेजिटेबल पेंटिंग. वो क्या वेजिटेबल पेंटिंग बोलते हैं? फ्रेस्को पेंटिंग. फ्रेस्को ऑर्गेनिक बिल्कुल ऑर्गेनिक बिल्कुल. जो वेजिटेबल होते हैं गाजर, मूली, पालक, उनसे कलर बना के पेंट किया. ഭയങ്കര അല്ലേ? ചേരുന്നുണ്ടോ അവിടെ കുറെ ഇട്ടേക്കുന്നത്? അവിടെ ഈ ഷോ നടക്കുന്നത്, ഷോ ആൾക്കാർ കാണാൻ. ഇത് कुछ शो होता है? लाइट एंड साउंड शो होता है वहाँ पे. लाइट एंड साउंड शो. ओके. इवनिंग के अंदर. इवनिंग. ये सैफरन गार्डन, माउंट लेक, जो आप देख रहे रैंप, वीआईपी के कनेक्टेड है. राजा महादेव फिर रैंप से आते थे एलिफेंट से. फोटो करो. इधर का कल्चरल ड्रेस है. कल्चरल ड्रेस आ जाइए सर. അകത്തേക്ക് കയറിയപ്പോൾ നമ്മുടെ ക്ഷീണവും എല്ലാം മാറി. ഭയങ്കര രസമായിരുന്നു. അതിൻ്റെ ഓരോ വർക്കുകൾ, അതിൻ്റെ ഓരോ കല്ലുകളൊക്കെ നോക്കി കാണുമ്പോൾ കുറേ മാർബിളുകൾ, പലതരം മെറ്റീരിയലുകൾ. അപ്പോൾ ഓരോന്നോരോന്ന് നമ്മളിങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി ഗൈഡിനോട്. പിന്നെ ഇവിടെ കുറേ എഴുതി വെച്ചിട്ടുമുണ്ട് കാര്യങ്ങൾ.
ये क्या है भाई? कनेक्शन के रैंप पे पानी आएगा, विंडो देख रहे हैं, हवा, दोनों कॉम्बिनेशन. ഇത് പണ്ട് കാലങ്ങളിൽ റോയൽ ഫാമിലീസിന് ഗസ്റ്റ് താമസിക്കാനുള്ള സ്ഥലമായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അവിടെ വെച്ച്. അവിടെ ആ സമയങ്ങളിൽ ചൂട് കാലങ്ങളിൽ ഇവിടെ മേളിലുള്ള ടാങ്ക് ഉണ്ടായി. പണ്ട് ടാങ്ക് മുകളിൽ പണിത് അവിടുന്ന് വെള്ളം ആ വഴി ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ അവിടുന്ന് ഉള്ള ഒരു കാറ്റ് വന്നിട്ടാണ് ഇവിടെ എല്ലാവർക്കും ഒരു തണുപ്പ്, അന്നത്തെ തണുപ്പ് കിട്ടും. അതായത് അന്ന് കാലങ്ങളിലുള്ള AC. देख रहे हैं. लेकिन वो डैमेज हो गया. പല്ലി വെച്ച് ഉണ്ടാക്കിയ ഐവറി കളറായിട്ട് കാണുന്നതെല്ലാം ആനയുടെ പല്ലികൾ വെച്ച് ഉണ്ടാക്കിയതാണ് ഇതെല്ലാം. വർഷങ്ങളായതുകൊണ്ട് കുറച്ച് ഡാമേജ് ചെയ്ത് വന്നു പോയിട്ടുണ്ട്. ഇത് മുഗൾ ഗാർഡൻ ആണ്. മുഗൾ ഗാർഡൻ റൂപ്പോർട്ടിൽ നിന്ന് പോയാണ്. മാൻസിംഗ് പാലസ് കാ എക്സിറ്റ്. മാൻസിംഗ് പാലസ് ഓടിക്കുന്ന സ്ഥലം. ഇതാണ് മാൻസിംഗിന്റെ ഫസ്റ്റ് മാൻസിംഗ് വെച്ച സ്ഥലമാണ് ഇത്. ആദ്യം ഫസ്റ്റ് 4 ഭാഗമായിട്ടായിരുന്നു നമ്മളിപ്പോ ഈ ആംബർ ഫോർട്ട് കണ്ടത്. ഇത് 4ാമത്തെ ഭാഗമാണ്. പക്ഷെ ഈ 4ാമത്തെ ഭാഗമാണ് ഈ ചരിത്രത്തിൽ ആദ്യം ഇത് ഉണ്ടാക്കിയത്. ഇവിടുന്ന് ആയിരുന്നു സ്റ്റാർട്ടിങ്. മാൻസിംഗിന് 12 ഭാര്യമാരുണ്ട്. 12 ഭാര്യമാര്. നാളെ പുലിയാണ്. 4 ദിശകളുണ്ട്. 4 ദിശയിലേക്കും ഓരോരോ വഴികളാണ്. ഒരു വഴി ഇതാണ്. ഗോവാ ഫിലിം ഓർക്കണ്ട ഇതിന്റെ അതിലേക്ക് കുറെ പാട്ട് ഇവിടെയാണ് ഷൂട്ട്. ആ സോങ്ങാണ് രസം. പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് രാജസ്ഥാനി ട്രഡീഷണൽ സോങ് അവര് നമ്മളെ വെൽക്കം ചെയ്യാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും പൈസയും കൊടുക്കുന്നുണ്ട്. परफ्यूम अंदर है आनो नहीं അടിപൊളിയാണല്ലേ. പണ്ട് ഭയങ്കര പോയി പോലെ. ഓ टनल कनेक्टेड टू जैकेट फोर्ट. कितना किलोमीटर? 2 किलोमीटर. ഓക്കെ. ഫിലിമിന് വേണ്ടി യൂസ് ചെയ്തതാണ് കടായി ചിക്കൻ. കടായി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കടായി. അത് ഫിലിമിന് വേണ്ടി. अपन चलेंगे पर नीचे. ഓക്കെ. എടാ കൊറേ ഇട്ട് അറിയല്ലേ ആ മഞ്ഞ് മാറി. 12 കിലോമീറ്റർ നീട്ടത്തിലേ ഉള്ളത്. അപ്പൊ ഇനി ഇവിടുന്ന് ഇറങ്ങി ഞങ്ങൾ ഇനി അടുത്ത കൊട്ടാരത്തിലേക്ക്. ഇനി അതാണ് പരിപാടി. അപ്പൊ നമ്മുടെ പാർക്കിങ്ങിലേക്ക് പോയി നമ്മുടെ വണ്ടി എടുത്തു. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പോകുന്ന വഴികളെല്ലാം ഒരു കാടും പ്രദേശമാണ്. കാട്ടിലൂടെയാണ് പോവുക. ഇവിടെ മഴയുള്ള സമയങ്ങളിൽ പുലിയൊക്കെ ഇറങ്ങാറുണ്ടെന്നാണ് നമ്മുടെ ഓട്ടോ ഡ്രൈവർ നമ്മോട് പറഞ്ഞത്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു, മുകളിലേക്ക് കയറി. നല്ല വ്യൂ ആയിരുന്നു. അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ജയ്പൂർ സിറ്റി കംപ്ലീറ്റ് കാണാമായിരുന്നു. പിന്നെ നല്ല അസാധ്യ തണുപ്പും. നമ്മൾ പോയ സമയത്ത് ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ അവിടെയും ഒന്നധികം ചുറ്റിക്കറങ്ങി. അധികം ഇവിടുന്ന് നമ്മൾ വീഡിയോസ് എടുത്തിട്ടില്ല, ചെറിയ രീതിയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് നെഹർഗാർ എന്നുള്ള ഫോർട്ടാണ്. ഓ മൈ ഗോഡ്, നിന്റെ ഇടവ വഴിയൊക്കെ
ടെറസിലേക്കുള്ള ഇതുണ്ടോ അങ്ങനെ പറ്റുള്ളൂ തടിയന്മാർക്കും പറ്റട്ടോ. ഇതിന്റെ വർക്ക് ചെയ്തിരിക്കുന്ന നോക്കിയല്ലേ. ജയ്പൂർ സെറ്റ് കംപ്ലീറ്റ് ഉണ്ടാവും അല്ലേ. ചിന്തിച്ചോക്കിയ പുള്ളി ഇത്രയും ടോപ്പിൽ വന്നിട്ട് ഭയങ്കര വ്യൂ കിട്ടുന്ന രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നില്ലേ. ഇതിന്റെ സ്റ്റെപ്പുകളൊക്കെ നോക്കിയില്ലേ. ഈ അപ്പോ ഓക്കെ ബൈ.